മാപ്പില്ലാത്ത ക്രൂരത. തൊടുപുഴയിൽ മർദ്ദനമേറ്റ 7 വയസ്സുകാരനെ രണ്ടാനച്ഛൻ ലൈംഗികമായും പീഡിപ്പിച്ചിരുന്നുവെന്ന് പോലീസ്. പ്രതിക്കെതിരെ പോക്സോ കുറ്റം ചുമത്തും. പ്രതി അരുൺ ആനന്ദ് കുറ്റം സംബന്ധിച്ചായി ജില്ലാ പോലീസ് മേധാവി അറിയിച്ചു. കുട്ടിയുടെ ജനനേന്ദ്രിയത്തിൽ ഉൾപ്പെടെ മുറിവുകളുണ്ട്. ഇളയ കുട്ടിയെയും ഉപദ്രവിച്ചിട്ടുണ്ടെന്നും പ്രതി ബ്രൗൺ ഷുഗർ അടക്കമുള്ള ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്ന ആളാണെന്നും പോലീസ് വ്യക്തമാക്കി. പ്രതിയെ കോടതിയിൽ ഹാജരാക്കും. മറ്റുള്ള ഈ കുട്ടീനെ തന്നെ സെക്ഷനായിട്ടൊന്ന് ഹറാസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചൈൽഡ് ലൈൻ പ്രവർത്തകരുടെ ഒരു അതോടുകൂടി തന്നെ നമ്മൾ ഇനി വേറെ കേസ് കൂടി എടുക്കേണ്ടതാണ്. അതെ, ഇപ്പോൾ ഇതായിട്ട് ഹോസ്പിറ്റലിൽ അത് പോക്സോ കേസ് സെപ്പറേറ്റ് വരും. അമ്മയ്ക്ക് ഇൻവോൾവ്മെന്റ് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. MS അനീഷ് കുമാർ ചേരുന്നു. അനീഷ്, ക്രൂരതയുടെ പുതിയ വിവരങ്ങൾ പുറത്തു വരികയാണ്. എന്താണ് പോലീസ് നൽകുന്ന ഇതുമായി ബന്ധപ്പെട്ട പുതിയ കാര്യങ്ങൾ? ലൈംഗികമായി പീഡിപ്പിച്ചു എന്ന അടക്കമുള്ള കാര്യങ്ങളാണല്ലോ ഇപ്പോൾ ഏറ്റവും പുതുതായി പുറത്തേക്ക് വരുന്നത്. തീർച്ചയായും രഞ്ജിത്ത്, പെട്ടെന്നുണ്ടായ പ്രകോപനം മൂലമാണ് കൃത്യം നടത്തിയെന്നാണ് അമ്മയുടെ അടക്കം മൊഴിയുണ്ടായിരുന്നത്. അതായത് ഇളയ കുട്ടി കിടക്കയിൽ മൂത്രമൊഴിച്ചു. ഇതിൽ പ്രകോപിതനായ അരുൺ ആനന്ദ് 7 വയസ്സുകാരനായ മൂത്തയാളെ മർദ്ദിച്ചു എന്നാണ് ഇതുവരെ പുറത്തു വന്ന കഥകൾ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള മൊഴികളാണ് പുറത്തു വന്നത്. എന്നാൽ ഇതിനപ്പുറം മറ്റു ചില മാനങ്ങൾ കൂടി ഈ കേസിനുണ്ട്, അല്ലെങ്കിൽ ഈ ആക്രമണത്തിന് പിന്നിലുണ്ട് എന്ന പ്രകടമായ തെളിവുകളാണ് പുറത്തു വന്നിരിക്കുന്നത്. അതായത് കേവലം ഇത് അല്ലാതെ മറ്റു തരത്തിൽ ലൈംഗികമായി കുട്ടിയെ ദുരുപയോഗം ചെയ്യുന്ന അടക്കമുള്ള കാര്യങ്ങൾ ചെയ്തിരുന്നു. കുട്ടിയുടെ ജനനേന്ദ്രിയത്തിൽ അടക്കം പരുക്കുകളുണ്ട് എന്നൊക്കെയുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇടുക്കി ജില്ലാ പോലീസ് തന്നെ പുറത്തുവിട്ടിരിക്കുന്നത്. എന്തായാലും പ്രതിക്ക് നേരത്തെ മുതൽ തന്നെ കുറ്റവാസന ഉണ്ട് എന്ന് പോലീസ് കണ്ടെത്തിയിരിക്കുന്നു. ബ്രൗൺ ഷുഗർ അടക്കമുള്ള മയക്കുമരുന്നുകൾ ഉപയോഗിക്കുന്ന ആളാണ് പ്രതിയെന്നും കണ്ടെത്തിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ പ്രതിക്ക് മേലുള്ള കുരുക്കുകൾ ഏറെ മുറുക്കാൻ തന്നെയാണ് പോലീസിൻ്റെ തീരുമാനം. ആദ്യ ഘട്ടം മുതൽ പോലീസിന് അരുൺ ആനന്ദിൽ വലിയ സംശയങ്ങളുണ്ടായിരുന്നു, വലിയ ദുരൂഹതകളുണ്ടായിരുന്നു. എന്നാൽ ഈ കുട്ടികളുടെ അമ്മയും ഈ അരുൺ ആനന്ദിന് ഒത്താശ ചെയ്യുകയാണോ എന്ന സംശയവും പോലീസിനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വളരെ വിശദമായി ഇനി ഈ പുതിയ മൊഴിയുടെ കൂടി, അല്ലെങ്കിൽ പുതിയ വെളിപ്പെടുത്തലുകളുടെ അടിസ്ഥാനത്തിൽ അമ്മയെ വീണ്ടും ചോദ്യം ചെയ്യും എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. അമ്മ കൂടി അറിഞ്ഞാണോ ഇത്തരത്തിൽ ലൈംഗികമായ ദുരുപയോഗം അടക്കമുള്ള കാര്യങ്ങൾ നടന്നത് എന്നുകൂടി ഇനിയും പോലീസിന് അറിയേണ്ടതുണ്ട്. രഞ്ജിത്ത്. MS അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. തൊടുപുഴയിൽ രണ്ടാനച്ഛന്റെ ക്രൂര മർദ്ദനത്തിനിരയായ കുട്ടിക്ക് അതിജീവന സാധ്യത ദുഷ്കരമെന്ന് ഡോക്ടർമാർ. മസ്തിഷ്ക മരണം സ്ഥിരീകരിക്കാറായിട്ടില്ലെന്നും വിദഗ്ധ ഡോക്ടർമാരുടെ സംഘം പരിശോധനയ്ക്ക് ശേഷം വ്യക്തമാക്കി. കുട്ടിക്ക് വെന്റിലേറ്റർ സഹായം തുടരും. കുട്ടിയെ പരിശോധിച്ച വിദഗ്ധ ഡോക്ടർമാരുടെ സംഘം മസ്തിഷ്ക മരണം സ്ഥിരീകരിക്കാറായിട്ടില്ലെന്ന് വ്യക്തമാക്കി. വെന്റിലേറ്റർ സഹായവും ചികിത്സയും തുടരും. അതിജീവന സാധ്യത ദുഷ്കരമാണെന്നും പരിശോധനയ്ക്ക് ശേഷം ഡോക്ടർമാർ അറിയിച്ചു. വളരെ ക്രിട്ടിക്കലായിട്ടുള്ള അവസ്ഥയിൽ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ് കണ്ടീഷൻ. അത്രയും ഗുരുതരമായിട്ടുള്ളൊരു കണ്ടീഷനിലാണ് ഇപ്പം BP മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത്. കൊച്ചായതുകൊണ്ട് നമുക്ക് ട്രീറ്റ്മെൻറ്റ് മാക്സിമം കൊടുക്കുക എന്നുള്ളതാണ് ഇത്ര ഇതിന് ചെയ്യാനുള്ളത്. വെന്റിലേറ്റർ സഹായത്തോടെയാണ് ശ്വാസോച്ഛ്വാസവും രക്തചംക്രമണവും നടക്കുന്നത്. ചികിത്സ തുടങ്ങി 48 മണിക്കൂർ കഴിഞ്ഞിട്ടും പുരോഗതിയില്ല. ശരീരം മരുന്നുകളോട് പ്രതികരിക്കുന്നുമില്ല. മാരകമായി പരിക്കേറ്റ കുട്ടിയുടെ രക്തസമ്മർദ്ദത്തിൽ അടിക്കടി മാറ്റമുണ്ടാകുന്നതും മരുന്നുകളോട് പ്രതികരിക്കാതിരിക്കുന്നതും ആശങ്ക ഉളവാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിലവിലെ ചികിത്സ തുടരണമെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. കുട്ടിയുടെ അവസ്ഥ സംബന്ധിച്ച റിപ്പോർട്ടുകൾ കോട്ടയം മെഡിക്കൽ കോളേജ് വഴി സർക്കാരിന് കൈമാറുമെന്നും വിദഗ്ധ സംഘം വ്യക്തമാക്കി. ന്യൂസ് 18 ഇടുക്കി. കുട്ടിയെ ക്രൂരമായി മർദ്ദിച്ച പ്രതിയെ തെളിവെടുപ്പിന് എത്തിച്ചപ്പോൾ രോഷാകുലരായി നാട്ടുകാർ. പ്രതിക്ക് നേരെ കയ്യേറ്റ ശ്രമവും അസഭ്യവർഷവും ഉണ്ടായി. വൻ പോലീസ് സന്നാഹത്തോടെയാണ് പ്രതിയെ എത്തിച്ചത്. കൃത്യത്തെക്കുറിച്ച് ഓർമ്മയില്ലെന്നാണ് പ്രതിയുടെ മൊഴി. തൊടുപുഴയിലെ കുമാരമംഗലത്തുള്ള വാടക വീട്ടിലാണ് അരുണിനെ തെളിവെടുപ്പിനെത്തിച്ചത്. സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ വീടിന് സമീപത്ത് തടിച്ചുകൂടി. രോഷാകുലരായ നാട്ടുകാർ അരുണിനെ അസഭ്യം പറഞ്ഞു. കയ്യേറ്റ ശ്രമവും ഉണ്ടായി. അരുണുമായി കൃത്യം നടന്ന മുറിയിൽ തെളിവെടുപ്പ് നടത്തി. കൃത്യത്തെക്കുറിച്ച് ഓർമ്മയില്ലെന്നാണ് അരുണിന്റെ വാദം. മദ്യലഹരിയിലായിരുന്നു എന്ന് ഇയാൾ സമ്മതിച്ചു. ക്രിമിനൽ വാസനയുള്ള ഇയാളുടെ മൊഴി കള്ളമാണെന്നാണ് പോലീസിന്റെ നിഗമനം. തെളിവെടുപ്പ് 15 മിനിറ്റിലധികം നീണ്ടുനിന്നു. അതിനുശേഷം അരുണിനെ കോടതിയിൽ ഹാജരാക്കാൻ കൊണ്ടുപോയി. 2 ദിവസമായി കസ്റ്റഡിയിലുള്ള അരുണിന്റെ അറസ്റ്റ് ഇന്നലെ വൈകിട്ടാണ് രേഖപ്പെടുത്തിയത്. വധശ്രമം, കുട്ടികൾക്കെതിരായ അതിക്രമം, ആയുധം ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്തൽ തുടങ്ങിയ വകുപ്പുകളാണ് അരുണിനെതിരെ ചുമത്തിയിരിക്കുന്നത്. കൃത്യത്തിലെ പങ്കറിയാൻ
തെളിയിക്കാൻ വീണ്ടും കുട്ടിയുടെ അമ്മയുടെ മൊഴി രേഖപ്പെടുത്തും. ന്യൂസ് 18 തൊടുപുഴ. കുട്ടിയെ മർദ്ദിച്ച് ഗുരുതരാവസ്ഥയിലാക്കിയ അരുൺ ആനന്ദിനെ പോലെയുള്ള ക്രിമിനലുകളെ വെറുതെ വിടരുതെന്ന് റിട്ടയർഡ് ജസ്റ്റിസ് കെമാൽ പാഷ. ഇത്തരം ക്രിമിനലുകൾക്ക് പരമാവധി ശിക്ഷ ഉറപ്പുവരുത്തണമെന്നും കെമാൽ പാഷ പറഞ്ഞു. പരിക്കേറ്റ് ആശുപത്രിയിൽ കഴിയുന്ന കുട്ടിയെ സന്ദർശിച്ച ശേഷമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. ഇവൻ ഒരു കൊലക്കേസിൽ പ്രതിയായ ഒരുത്തനാണ്. അവൻ അതിൽ വെറുതെ വിട്ടുപോയി. ഒരാളെ കുപ്പി കൊണ്ട് തലയ്ക്ക് അടിച്ച് പൊട്ടിച്ചതായിട്ടാണ് പത്രത്തിൽ കണ്ടത്. അപ്പോൾ എങ്ങനെ വെറുതെ വിടാനിടയായി? അത് നമ്മുടെ നിയമവ്യവസ്ഥയുടെ കുഴപ്പം തന്നെയല്ലേ യഥാർത്ഥത്തിൽ വെറുതെ വിട്ടു പോകാനിടയായത്? അതിൻ്റെ കാരണം മിക്കവാറും പലപ്പോഴും സാക്ഷികളൊന്നും പറയത്തില്ല. അപ്പോൾ ആ രീതിയിൽ നമ്മുടെ നിയമം ഒരുപാട് മാറേണ്ടതായിട്ടിരിക്കുകയാണ്. ക്രിമിനൽ ജസ്റ്റിസ് ഡിസ്പെൻസിങ് സിസ്റ്റം അതിനകത്ത് ഒരുപാട് അഴിച്ചുപണികൾ വേണം. ഇല്ലെങ്കിൽ ഇതുപോലുള്ള അക്രമികൾ രക്ഷപ്പെടും. അവൻ രക്ഷപ്പെട്ടതുകൊണ്ട് അവൻ ജയിലിലായിരുന്നെങ്കിൽ ഈ അനർത്ഥം സംഭവിക്കില്ലല്ലോ. കൊല്ലം പൂയപ്പള്ളിയിൽ യുവതി മരിച്ചത് പട്ടിണി കിട്ടതിനെ തുടർന്നെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. മരിക്കുമ്പോൾ അസ്ഥികൂടം പോലെ ചുരുങ്ങിയ യുവതിക്ക് 20 കിലോഗ്രാം മാത്രം ഭാരമാണ് ഉണ്ടായിരുന്നതെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. സംഭവത്തിൽ അറസ്റ്റിലായ യുവതിയുടെ ഭർത്താവിനെയും അമ്മായിയമ്മയെയും കോടതി റിമാൻഡ് ചെയ്തു. മാർച്ച് 21 രാത്രിയാണ് കരുനാഗപ്പള്ളി അയനിവേലിക്കകത്ത് സ്വദേശിയായ യുവതിയെ ഭർത്താവിന്റെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. 27-കാരിയായ തുഷാര മരിക്കുമ്പോൾ 20 കിലോഗ്രാം മാത്രമായിരുന്നു ശരീരഭാരം. ശരീരം അസ്ഥികൂടം മാത്രമായി ചുരുങ്ങി. പഞ്ചസാര വെള്ളവും കുതിർത്ത അരിയുമായിരുന്നു ഭർത്താവും അമ്മായിയമ്മയും തുഷാരയ്ക്ക് നൽകിയ ഭക്ഷണം. ആഹാരം ലഭിക്കാത്തതും ശാരീരികവും മാനസികവുമായ പീഡനവുമാണ് മരണകാരണമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു. സംഭവത്തിൽ ഭർത്താവിനെയും അമ്മായിയമ്മയെയും പൂയപ്പള്ളി പോലീസ് അറസ്റ്റ് ചെയ്തു. പൂയപ്പള്ളി ചെങ്കുളം പറണ്ടോട് ചരുവിള വീട്ടിൽ ഗീതാലാൽ, മകൻ ചന്തുലാൽ എന്നിവരാണ് അറസ്റ്റിലായത്. ഇവർക്കെതിരെ സ്ത്രീധന പീഡന നിരോധന നിയമം, കൊലപാതകം എന്നീ കുറ്റങ്ങൾ ചുമത്തി. 1 വർഷമായി മകളെ കാണാൻ ഭർത്തൃവീട്ടുകാർ അനുവദിച്ചില്ലെന്ന് തുഷാരയുടെ അമ്മ വിജയലക്ഷ്മി പറഞ്ഞു. എനിക്കിവിടെ സുഖം, നിങ്ങളാരും ഇങ്ങോട്ട് വരെയും പോവുകയും വേണ്ട എന്ന് എൻ്റെ മകളെ കൊണ്ട് പറഞ്ഞു പറയിച്ചതാണെന്ന് ഇപ്പോഴാണ് നമ്മളറിയുന്നത്. നമ്മളും വിചാരിച്ച് നമ്മളായിട്ട് ഞങ്ങൾ കുഞ്ഞിൻ്റെ കുടുംബജീവിതത്തിനൊരു കോട്ടം നട്ടുണ്ടല്ലോ എന്ന് കരുതി നമ്മൾ അനങ്ങാതിരുന്നത് നമ്മളറിയില്ല ഈ കൊലവാക്കി വെച്ചിരിക്കുകയാണെന്നുള്ളത്. ന്യൂസ് 18 കൊല്ലം. വെന്തുരുകി കേരളം. സംസ്ഥാനത്ത് കനത്ത ചൂടിൽ 2 പേർ കുഴഞ്ഞു വീണ് മരിച്ചു. പാറശാല സ്വദേശി ഉണ്ണികൃഷ്ണൻ നായരും പാലക്കാട് വടകരപൽ സ്വദേശി ചിന്നമാളുമാണ് മരിച്ചത്. സൂര്യാഘാതമാണ് മരണകാരണമെന്നാണ് സംശയം. സംസ്ഥാനത്ത് 4 ദിവസം കൂടി കനത്ത ചൂട് അനുഭവപ്പെടും. സ്കൂളുകളിൽ അവധിക്കാല ക്ലാസുകൾ പൂർണ്ണമായും ഒഴിവാക്കാൻ സർക്കാർ ഉത്തരവിറക്കി. പാലക്കാട് വടകരപതിയിൽ തൊഴിലുറപ്പ് തൊഴിലാളിയാണ് കുഴഞ്ഞു വീണ് മരിച്ചത്. വടകരപതി നല്ലൂർ സ്വദേശി ചിന്നമാളുടെ മരണം സൂര്യാഘാതമേറ്റാണെന്ന് സംശയം. പാടത്ത് കുഴഞ്ഞു വീണാണ് പാറശാല സ്വദേശി ഉണ്ണികൃഷ്ണൻ നായരുടെ മരണം. നാട്ടുകാരും പരിസരവാസികളും ചേർന്ന് പാറശാല താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഇന്നും സംസ്ഥാനത്ത് നിരവധി പേർക്ക് സൂര്യാതപത്തിൽ പൊള്ളലേറ്റു. വേനൽ മഴയിൽ ഇതുവരെ 51% കുറവാണുണ്ടായത്. ഏപ്രിൽ 3 വരെ കനത്ത ചൂട് തുടരും. ഇന്നലെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ നേരിയ വേനൽ മഴ ലഭിച്ചത് ആശ്വാസമായി. സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളുടെ അവധിക്കാല ക്ലാസുകൾ ഒഴിവാക്കണമെന്ന് നിർദ്ദേശമുണ്ട്. കുട്ടികളെ അധ്യാപകർ ശ്രദ്ധിക്കുന്നതിനേക്കാളും കൂടുതൽ രക്ഷകർത്താക്കൾ ശ്രദ്ധിക്കും എന്നുള്ളതിനാൽ നമ്മൾ വീടുകളിൽ തന്നെ കുട്ടികളെ ഇരുത്താനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. താപനിലയിൽ ചെറിയ കുറവുണ്ടെങ്കിലും അന്തരീക്ഷത്തിൽ ഈർപ്പം കൂടിയതിനാൽ ചൂടിന് ശമനമില്ല. വയനാട് ഒഴികെ 13 ജില്ലകളിലും ശരാശരിയേക്കാൾ കൂടുതലാണ് താപനില. നാളെ വരെ ശരാശരിയിൽ നിന്ന് 2 മുതൽ 3 ഡിഗ്രി വരെ ചൂട് കൂടുമെന്നാണ് മുന്നറിയിപ്പ്. ദുരന്ത നിവാരണ അതോറിറ്റി നൽകിയ ജാഗ്രതാ നിർദ്ദേശം തുടരും. അടുത്ത 3 ദിവസം മലപ്പുറം, വയനാട് ഉൾപ്പെടെയുള്ള ജില്ലകളിൽ നേരിയ മഴ ലഭിക്കുമെന്നാണ് കാലാവസ്ഥാ പ്രവചനം. ന്യൂസ് 18 തിരുവനന്തപുരം. പാലക്കാട് ജില്ലയിൽ സൂര്യാഘാതമേറ്റ് 37 വളർത്തുമൃഗങ്ങൾ ചത്തു. മൃഗങ്ങൾക്ക് പുറമെ 100 കണക്കിന് കോഴികളും ചത്തതായി ജില്ലാ മൃഗസംരക്ഷണ വകുപ്പ് വ്യക്തമാക്കി. വളർത്തുമൃഗങ്ങളെ പകൽ സമയം തുറസായ സ്ഥലത്ത് അഴിച്ചുവിടരുതെന്ന മൃഗസംരക്ഷണ വകുപ്പ് നിർദ്ദേശം പലയിടത്തും പാലിക്കപ്പെടാത്തതും പ്രതിസന്ധി സൃഷ്ടിക്കുകയാണ്. മൃഗസംരക്ഷണ വകുപ്പിന്റെ കണക്ക് പ്രകാരം പാലക്കാട് ജില്ലയിൽ കഴിഞ്ഞ 1 മാസത്തിനുള്ളിൽ 22 പശു, 3 പോത്ത്, 4 ആട്, 8 വളർത്തുനായ എന്നിവയാണ് സൂര്യാഘാതമേറ്റ് ചത്തത്. ഇതിനു പുറമെ വിവിധയിടങ്ങളിലായി 220 കോഴികളും ചൂടിന്റെ കാഠിന്യത്തിൽ ചത്തതായി അധികൃതർ വ്യക്തമാക്കി. കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് മനുഷ്യർക്ക് അഫക്റ്റ് ചെയ്യുന്നതാണ് സാധാരണ ഇതുവരെ എല്ലാം കോൺസെൻട്രേറ്റ്, പക്ഷേ മൃഗങ്ങൾ ഒരുപാട് ഇങ്ങനെ അഫക്റ്റ് ചെയ്യുന്നതുകൊണ്ട് ചാവണമുണ്ട്. സൂര്യാതപമേറ്റ് തളർന്ന നിരവധി വളർത്തുമൃഗങ്ങളെയാണ് ദിവസേന ജില്ലാ മൃഗാശുപത്രിയിലേക്ക് എത്തിക്കുന്നത്. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ ഓമന മൃഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവരെ അധികം വെയിലത്തൊന്നും നിർത്താണ്ട്
കൂടാണെങ്കിൽ പോലും കൂട്ട് മാക്സിമം തണലത്തേക്ക് മാറ്റാം. എന്നാൽ മലമ്പുഴ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലെല്ലാം മൃഗങ്ങളെ ഉച്ചസമയങ്ങളിലും അഴിച്ചുവിടുകയാണ്. ഇത് തടയാൻ കഴിയാത്തത് കൂടുതൽ പ്രതിസന്ധിക്ക് കാരണമാകും. സൂര്യാഘാതം മൂലം നിരവധി കന്നുകാലികൾ ചത്തുവീണിട്ടും പകൽ സമയങ്ങളിൽ കന്നുകാലികളെ പുറത്തിറക്കരുതെന്ന നിബന്ധന പാലിക്കാൻ പലരും തയ്യാറാകുന്നില്ല. ഇവർക്കെതിരെ കർശന നടപടിയെടുക്കാൻ അധികൃതർ തയ്യാറാകണം. ക്യാമറമാൻ KM പ്രയത്തിനൊപ്പം പ്രസാദ് ഉടുമ്പിശ്ശേരി, ന്യൂസ് 18, പാലക്കാട്. രാഹുൽ ഗാന്ധി വയനാട്ടിലും പ്രിയങ്ക ഗാന്ധി വാരണാസിയിലും മത്സരിക്കുന്നത് കോൺഗ്രസ് പരിഗണനയിൽ. പ്രിയങ്കയെ ഇറക്കിയാൽ രാഹുൽ സുരക്ഷിത മണ്ഡലം തേടിയെന്ന വിമർശനം ഒഴിവാക്കാമെന്നാണ് കണക്കുകൂട്ടൽ. കർണാടകയിലെ വിജയസാധ്യതയിൽ ഹൈക്കമാൻഡിന് ആശങ്കയുള്ളതിനാലാണ് വയനാട് സജീവ പരിഗണനയിൽ എത്തുന്നത്. ചൊവ്വാഴ്ചയ്ക്ക് മുൻപ് അന്തിമ തീരുമാനം ഉണ്ടാകും. ദക്ഷിണേന്ത്യയിൽ മത്സരിക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ലെന്ന് രാഹുൽ ഗാന്ധി വ്യക്തമാക്കിയതിന് പിന്നാലെയാണ് കോൺഗ്രസിലെ പുതിയ ചർച്ചകൾ. രാഹുലിനെ വയനാട്ടിലേക്ക് സജീവമായി പരിഗണിക്കുന്നതോടൊപ്പം പ്രിയങ്ക ഗാന്ധിയെ വാരണാസിയിൽ മോഡിക്കെതിരെ സ്ഥാനാർത്ഥിയാക്കുന്നതാണ് ആലോചനയിൽ. അമേത്തിയിൽ BJPയിൽ നിന്ന് കടുത്ത വെല്ലുവിളി നേരിടുന്ന രാഹുൽ സുരക്ഷിത മണ്ഡലം തേടിയെന്ന വിമർശനം മറികടക്കാൻ പ്രിയങ്കയുടെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ കഴിയുമെന്നാണ് നേതൃത്വത്തിന്റെ കണക്കുകൂട്ടൽ. പാർട്ടി ആവശ്യപ്പെട്ടാൽ മത്സരിക്കാൻ തയ്യാറാണെന്ന നിലപാടിലാണ് പ്രിയങ്ക. പ്രിയങ്ക മത്സരരംഗത്തിറങ്ങുന്നതോടെ BJP സമ്മർദ്ദത്തിലാകുമെന്നും മോഡിയെ വാരാണസിയിൽ തളച്ചിടാമെന്നുമാണ് പ്രതീക്ഷ. അതേസമയം രാഹുലിന്റെ കർണാടകയിലെ വിജയസാധ്യതയിൽ ഹൈക്കമാൻഡിന് ആശങ്കയുള്ളതിനാലാണ് വയനാട് വീണ്ടും സജീവമാകാൻ കാരണം. കോൺഗ്രസിന്റെ ഉറച്ച മണ്ഡലമായിരുന്ന ബീദറിൽ കഴിഞ്ഞ തവണ BJP ജയിച്ചത് 92,000-ൽ പരം വോട്ടുകൾക്കാണ്. സിറ്റിംഗ് സീറ്റായ ചിക്കോടിയിൽ 3,000 ഭൂരിപക്ഷം. NCP JDS വോട്ടുകൾ കിട്ടിയാൽ മാത്രമേ രാഹുലിന് വിജയിക്കാനാകൂ എന്നതാണ് അവസ്ഥ. കേരളത്തിൽ നിന്നുള്ള നേതാക്കളുടെയും ഘടകകക്ഷികളുടെയും സമ്മർദ്ദം ശക്തമായതിനാൽ ചൊവ്വാഴ്ചയ്ക്ക് മുമ്പ് രാഹുലിന്റെ തീരുമാനമുണ്ടാകും. M. ഉണ്ണികൃഷ്ണൻ, ന്യൂസ് 18, ഡൽഹി. വയനാട് സീറ്റിൽ അനിശ്ചിതത്വം തുടരുന്നതിൽ പരസ്യ പ്രതിഷേധവുമായി മുസ്ലിം ലീഗ്. നിലവിലെ സാഹചര്യം പ്രതിസന്ധി ഉണ്ടാക്കുമെന്നും തീരുമാനം പെട്ടെന്ന് വേണമെന്നും ഹൈദരലി തങ്ങൾ AICC നേതൃത്വത്തെ അറിയിച്ചു. രാഹുൽ ഗാന്ധി വരുമെന്നതിൽ ശുഭാപ്തി വിശ്വാസമുണ്ടെന്ന് രമേശ് ചെന്നിത്തല ആവർത്തിച്ചു. വയനാട്ടിലെ അനിശ്ചിതത്വം തെരഞ്ഞെടുപ്പ് പ്രചാരണത്തെ ബാധിച്ച സാഹചര്യത്തിലാണ് മുസ്ലിം ലീഗ് പരസ്യ പ്രതിഷേധമുയർത്തുന്നത്. പാണക്കാട് ചേർന്ന അടിയന്തര ലീഗ് നേതൃയോഗം സാഹചര്യങ്ങൾ വിലയിരുത്തി. UDFന് വൻ ഭൂരിപക്ഷം ലഭിക്കുന്ന മണ്ഡലത്തിലെ നിലവിലെ അവസ്ഥ ദയനീയമാണെന്ന് യോഗത്തിൽ അഭിപ്രായമുയർന്നു. വയനാട്ടിലെ അനിശ്ചിതത്വം മറ്റു ചില മണ്ഡലങ്ങളെയും ബാധിച്ചു തുടങ്ങി. രാഹുലിന്റെ വരവിനെ ചൊല്ലി കോൺഗ്രസ് നേതാക്കൾ പരസ്പര വിരുദ്ധ പ്രസ്താവനകളുമായി രംഗത്തുവരുന്നതും സാഹചര്യം മോശമാക്കുന്നു. ലീഗ് പ്രതിഷേധം AICC നേതൃത്വത്തെ അറിയിച്ചതായി PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. നമുക്ക് തീരുമാനം അത് വൈകരുത് എന്നുള്ളത് ഞങ്ങൾ ഡൽഹിയിൽ കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡിനെ ഞങ്ങൾ അറിയിച്ചിട്ടുണ്ട്. വേഗം തീരുമാനം വേണം, അതാണ് നല്ലത്. എന്നാൽ രാഹുൽ ഗാന്ധി വരുമെന്നതിൽ ശുഭാപ്തി വിശ്വാസമുണ്ടെന്ന് രമേശ് ചെന്നിത്തല ആവർത്തിച്ചു. ഇതുവരെ അദ്ദേഹം മത്സരിക്കുന്നില്ല എന്നിടത്തും പറഞ്ഞിട്ടില്ലല്ലോ. അതുകൊണ്ട് അല്പം കൂടി കാത്തിരിക്കുക, പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് ഉണ്ടാകുമെന്നാണ് ഇപ്പോഴത്തെയും എൻ്റെ പ്രതീക്ഷ. ന്യൂസ് 18, കോഴിക്കോട്. വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിക്കാതിരിക്കാൻ ചിലർ ശ്രമിക്കുന്നുവെന്ന മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ പരാമർശത്തിന് മറുപടിയുമായി CPM പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബി. വയനാട് മത്സരിക്കരുതെന്ന് CPM നേതാക്കൾ പറഞ്ഞിട്ടുണ്ടോ എന്ന് രാഹുൽ ഗാന്ധി തന്നെ വ്യക്തമാക്കണം. BJPക്ക് കെട്ടിവെച്ച കാശ് പോലും കിട്ടാത്ത വയനാട്ടിൽ വന്ന് രാഹുൽ മത്സരിക്കുന്നതിന്റെ സന്ദേശം എന്താണെന്നാണ് CPM ചോദിച്ചത്. ഇക്കാര്യത്തിൽ മറ്റ് അന്തർധാരകളൊന്നുമില്ലെന്നും MA ബേബി ന്യൂസ് 18നോട് പറഞ്ഞു. ന്യൂസ് 18 കേരളത്തിന്റെ വരികൾക്കിടയിൽ എന്ന പരിപാടിയിലായിരുന്നു ബേബിയുടെ പ്രതികരണം. കോൺഗ്രസ് പാർട്ടിയുടെ സ്ഥാനാർത്ഥികൾ ആരെല്ലാം എവിടെല്ലാം മത്സരിക്കണം എന്നുള്ളത് ഒരിക്കലും ഞങ്ങളുടെ അജണ്ടയല്ല. വയനാട്ടിൽ നിന്നും രാഹുൽ ഗാന്ധി മത്സരിക്കുകയാണെങ്കിൽ അത് നൽകുന്ന സന്ദേശം എന്താണ് എന്നുള്ള ചോദ്യം പിണറായി വിജയൻ ഉന്നയിച്ചിട്ടുണ്ട്. അത് രഹസ്യമായിട്ട് ഉന്നയിച്ചതല്ല, അന്തർനാടകങ്ങളല്ല. മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞ അന്തർനാടകങ്ങളും അന്തർധാരയും എന്നാണ്. അതൊന്നുമല്ല, ഞങ്ങൾ പറയാനുള്ള കാര്യങ്ങൾ പരസ്യമായി പറയും. കോൺഗ്രസ് അധ്യക്ഷൻ ശ്രീ രാഹുൽ ഗാന്ധിയെ സീതാറാം യെച്ചൂരിയോ മറ്റാരെങ്കിലുമോ വിളിച്ചറിയിച്ചു എന്നൊരു ആക്ഷേപമുണ്ടെങ്കിൽ അത് ശ്രീ രാഹുൽ ഗാന്ധി തന്നെ പറയട്ടെ, എന്നിട്ട് ഞങ്ങൾ മറുപടി പറയാം. ഞാൻ വയനാട്ടിൽ മത്സരിക്കാൻ തയ്യാറാകുമായിരുന്നു, എന്നാൽ CPMന്റെ നേതാക്കന്മാർ വിളിച്ചു പറഞ്ഞതുകൊണ്ട് ഞാൻ പോകുന്നില്ല എന്നുണ്ടെങ്കിൽ ശ്രീ രാഹുൽ ഗാന്ധിക്ക് എന്നത് പറയാമല്ലോ. ലെറ്റ് us hear it from the horse's mouth. രാഹുൽ ഗാന്ധി മത്സരിച്ചാൽ ഉണർവുണ്ടാവുമെങ്കിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന ഉത്തർപ്രദേശിൽ ഉണർവുണ്ടാവട്ടെ. കഴിഞ്ഞ തവണയല്ല. വരികൾക്കിടയിൽ പൂർണ്ണ രൂപം കാണാം നാളെ രാവിലെ 9-നും രാത്രി 9 മണിക്കും. ഇനി മറ്റ് തെരഞ്ഞെടുപ്പ് വാർത്തകൾ.
ഗുജറാത്തിലെ ഗാന്ധിനഗറിൽ NDAയുടെ കരുത്തുകാട്ടി BJP ദേശീയ അധ്യക്ഷൻ അമിത് ഷായുടെ നാമനിർദ്ദേശ പത്രികാ സമർപ്പണം. നേതാക്കൾക്കൊപ്പം ആയിരങ്ങൾ പങ്കെടുത്ത റോഡ് ഷോയാണ് അമിത് ഷാ ഗാന്ധിനഗറിൽ പത്രിക നൽകാനെത്തിയത്. എന്നാൽ BJP സ്ഥാപക നേതാവും സിറ്റിംഗ് MPയുമായ LK അദ്വാനിയുടെ അസാന്നിധ്യം ശ്രദ്ധേയമായി. രാജ്നാഥ് സിംഗ്, നിതിൻ ഗഡ്കരി തുടങ്ങിയ BJP നേതാക്കൾ, ശിവസേന തലവൻ ഉദ്ധവ് താക്കറെ, ശിരോമണി അകാലിദൾ നേതാവ് പ്രകാശ് സിംഗ് ബാദൽ, LJP സ്ഥാപകൻ രാംവിലാസ് പാസ്വാൻ തുടങ്ങിയ ഘടകകക്ഷി നേതാക്കളെയും പ്രവർത്തകരെയും കൊണ്ട് സമ്പന്നമായിരുന്നു BJP അധ്യക്ഷൻ അമിത് ഷായുടെ പത്രികാ സമർപ്പണം. സർദാർ വല്ലഭഭായ് പട്ടേലിന്റെ പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷമായിരുന്നു അമിത് ഷാ പൊതുയോഗവേദിയിലേക്ക് എത്തിയത്. मेरे लिए सौभाग्य की बात है कि इसी क्षेत्र से मुझे लोकसभा चुनाव लड़ने के लिए कहा गया है, जहां से मैं एक कार्यकर्ता के रूप में मेरी करियर शुरू किया. നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ കേന്ദ്രത്തിൽ സർക്കാരുണ്ടാക്കാൻ NDA പ്രതിജ്ഞാബദ്ധമാണെന്ന് അമിത് ഷാ പറഞ്ഞു. പാകിസ്ഥാനിലെ രാഷ്ട്രീയ നേതാക്കളുടെ ഭാഷയാണ് കോൺഗ്രസുകാർ ഉപയോഗിക്കുന്നത്. പൊതുയോഗത്തിന് ശേഷം ആയിരങ്ങൾ പങ്കെടുത്ത റോഡ് ഷോയ്ക്ക് ശേഷം നേതാക്കൾക്കുമെത്തി അമിത് ഷാ പത്രിക സമർപ്പിച്ചു. അതേസമയം BJP സ്ഥാപക നേതാവ് LK അദ്വാനി പത്രികാ സമർപ്പണത്തിന് എത്തിയിരുന്നില്ല. 1998 മുതൽ മണ്ഡലത്തിൽ നിന്ന് തുടർച്ചയായി പാർലമെന്റിലെത്തിയിരുന്നത് അദ്വാനിയായിരുന്നു. നേരത്തെ സീറ്റ് നിഷേധിച്ച കാര്യം മുതിർന്ന നേതാക്കൾ അറിയിക്കാത്തതിൽ അദ്വാനിക്ക് അതൃപ്തിയുണ്ടായിരുന്നു. ഇലക്ഷൻ ഡെസ്ക്, ന്യൂസ് 18. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥികളുടെ നാമനിർദ്ദേശ പത്രികാ സമർപ്പണം തുടരുന്നു. സംസ്ഥാനത്ത് ഇന്നും പ്രമുഖ സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. പ്രവർത്തകർക്കും നേതാക്കൾക്കുമൊപ്പം എത്തിയാണ് സ്ഥാനാർത്ഥികൾ ജില്ലാ വരണാധികാരികൾക്ക് പത്രിക നൽകിയത്. തിരുവനന്തപുരം, ആറ്റിങ്ങൽ മണ്ഡലങ്ങളിലെ LDF സ്ഥാനാർത്ഥികളായ C. ദിവാകരനും A. സമ്പത്തും ജില്ലാ കളക്ടർ A. വാസുകിക്ക് മുമ്പാകെയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. കടുത്ത മത്സരം നടക്കുന്ന വടകരയിലെ സ്ഥാനാർത്ഥി P. ജയരാജനും ഇന്ന് പത്രിക സമർപ്പിച്ചു. ചാലക്കുടിയിലെ ഇടതു സ്ഥാനാർത്ഥി ഇന്നസെന്റ് എറണാകുളത്ത് പത്രിക നൽകി. തൃക്കാക്കരയിൽ നിന്ന് പ്രകടനമായാണ് എറണാകുളം മണ്ഡലത്തിലെ ഇടതു സ്ഥാനാർത്ഥി P. രാജീവ് എത്തിയത്. രാവിലെ തന്നെ നേതാക്കൾക്കൊപ്പമെത്തി PK ശ്രീമതി കണ്ണൂരിലും AM ആരിഫ് ആലപ്പുഴയിലും A. പ്രദീപ് കുമാർ കോഴിക്കോടും പത്രിക നൽകി. UDFന്റെ ഷാനിമോൾ ഉസ്മാനും ആലപ്പുഴയിൽ പത്രിക സമർപ്പിച്ചു. മന്ത്രിമാരായ AK ബാലൻ, K. കൃഷ്ണൻകുട്ടി, AC മൊയ്തീൻ എന്നിവർക്കൊപ്പമാണ് PK ബിജു പാലക്കാട് പത്രിക നൽകാനെത്തിയത്. PP സുനീർ വയനാട്ടിലും KP സതീഷ് ചന്ദ്രൻ കാസർഗോഡും വരണാധികാരികളായ ജില്ലാ കളക്ടർമാർക്ക് പത്രിക സമർപ്പിച്ചു. പത്തനംതിട്ടയിൽ NDA സ്ഥാനാർത്ഥി K. സുരേന്ദ്രനും നാമനിർദ്ദേശ പത്രിക നൽകി. കോഴിക്കോട് മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി MK രാഘവൻ ഘടകകക്ഷി നേതാക്കൾക്കൊപ്പമാണ് എത്തിയത്. അതേസമയം കോഴിക്കോട് DCC പ്രസിഡന്റ് T. സിദ്ദിഖിന്റെ അസാന്നിധ്യം ശ്രദ്ധേയമായി. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ഇംഗ്ലീഷ് പ്രയോഗത്തിൽ വീണ്ടും പുലിവാല് പിടിച്ച് തിരുവനന്തപുരത്തെ കോൺഗ്രസ് സ്ഥാനാർത്ഥി ശശി തരൂർ പ്രയോഗിച്ച സ്ക്വിമിഷ്ലി എന്ന വാക്ക് തരൂരിനെ പ്രതിരോധത്തിലാക്കാനുള്ള ശ്രമത്തിലാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണം തീപാർന്ന തിരുവനന്തപുരത്ത് ഇടതുപക്ഷവും BJPയും. തോൽവി ഭയന്ന് ഇരുകൂട്ടരും നുണപ്രചാരണം നടത്തുകയാണെന്ന് തരൂർ പ്രതികരിച്ചു. കടിച്ചാൽ പൊട്ടാത്ത ഇംഗ്ലീഷ് വാക്കുകളുമായി തരൂർ ഞെട്ടിക്കുന്നത് ഇതാദ്യമല്ല. എന്നാൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി പാളയം മാർക്കറ്റിലെത്തിയ തരൂരിന്റെ സ്ക്യൂമിഷ്ലി വെജിറ്റേറിയൻ എന്ന പ്രയോഗം ഏറ്റുപിടിച്ചിരിക്കുകയാണ് ഇടതുപക്ഷവും BJPയും. സ്ക്യൂമിഷ്ലി എന്നാൽ അറപ്പുളവാക്കുന്ന എന്ന അർത്ഥമെന്നാണ് എതിരാളികളുടെ വാദം. മണം, മത്സ്യത്തൊഴിലാളികളുടെ മണം തന്നെ എനിക്ക് വെറുപ്പാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞതിന്റെ അർത്ഥം. സ്ക്യൂമിഷ്ലി വെജിറ്റേറിയൻ എന്നതിനർത്ഥം സത്യസന്ധനായ അല്ലെങ്കിൽ നിഷ്ഠയുള്ള സസ്യബുക്ക് എന്നാണെന്ന് വിശദീകരിച്ച് വിവാദം അവസാനിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് തരൂർ. ഇംഗ്ലീഷ് വാക്കുകൾ ഞാൻ ഉപയോഗിക്കുന്നത് ചിലപ്പോൾ എനിക്ക് തന്നെ ബോധ്യമില്ല, എല്ലാവരും മനസ്സിലാക്കാൻ സാധിക്കാത്ത വാക്കുകളാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു മനസ്സിലാക്കുന്നവരും കൂടി മനഃപൂർവ്വമായിട്ട് അതിനൊരു ഇല്ലാത്ത അർത്ഥം കൊടുത്തിട്ട് ജനങ്ങൾക്ക് ഓഹാരം വരുന്ന ഒരു ശബ്ദി വരുന്ന തോന്നലുണ്ട്. ഞാൻ ഈ ജീവിതത്തിൽ അങ്ങനെ ചിന്തിച്ചിട്ടില്ല. എന്തായാലും തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്തും സമൂഹ മാധ്യമങ്ങളിലും സ്ക്യൂമിഷ്ലി വിവാദം കൊഴുക്കുകയാണ്. ന്യൂസ് 18 തിരുവനന്തപുരം. കണക്കിൽപ്പെടാത്ത പണം കൈവശം വെച്ചതിന് ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിന്റെ വിശ്വസ്തനെ അറസ്റ്റ് ചെയ്ത് വിട്ടയച്ചു. ജലന്ധർ രൂപതയിലെ മലയാളി വൈദികനായ ഫാദർ ആന്റണി മാടശ്ശേരിയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്ത് വിട്ടയച്ചത്. ഇയാളിൽ നിന്ന് കണക്കിൽപ്പെടാത്ത 10 കോടി രൂപയോളം പിടിച്ചെടുത്തു. കന്യാസ്ത്രീയുടെ പീഡന പരാതി ഒതുക്കി തീർക്കാൻ ഇടപെട്ടുവെന്ന ആരോപണമുയർന്ന വൈദികനാണ് ആന്റണി.
ജലന്ധർ പ്രതാപ്പുരയിലെ വസതിയിൽ നിന്നാണ് ഫാദർ ആന്റണി മാടശ്ശേരിയെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്തത്. രഹസ്യവിവരത്തെ തുടർന്ന് വൈദിക വസതിയിൽ നടത്തിയ തെരച്ചിലിനൊടുവിൽ രേഖകളില്ലാത്ത പണം കണ്ടെത്തുകയായിരുന്നു. പഞ്ചാബ് പോലീസിന്റെ സഹായത്തോടെയായിരുന്നു റെയ്ഡ്. ഫാദർ ആന്റണി മാടശ്ശേരിയോടൊപ്പം 5 പേരെ കൂടി എൻഫോഴ്സ്മെന്റ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവരിൽ നിന്ന് 9,66,00,000 രൂപ കണ്ടെടുത്തു. പണത്തിന്റെ കണക്കുകളോ രേഖകളോ ഹാജരാക്കാൻ ബന്ധപ്പെട്ടവർക്കായില്ലെന്നും പോലീസ് വ്യക്തമാക്കി. ജലന്ധർ രൂപതയിലെ എപ്പിസ്കോപ്പൽ വികാരിമാരിൽ ഒരാളായിരുന്നു ആന്റണി മാടശ്ശേരി. വൈദികന്റെ അറസ്റ്റിനെ കുറിച്ച് ജലന്ധർ രൂപത ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. ന്യൂസ് 18 ഡൽഹി. കാർഷിക വായ്പാ മൊറട്ടോറിയം ഉത്തരവിൽ സർക്കാർ വിശദീകരണം തൃപ്തികരമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കാറാം മീണ. ഉത്തരവിന്റെ അടിയന്തര സാഹചര്യം ബോധ്യപ്പെട്ടു. തുടർ നടപടികൾക്കായി ഫയൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറും. മൊറട്ടോറിയം പ്രഖ്യാപിക്കാനുള്ള തീരുമാനം സർക്കാർ എടുത്തപ്പോഴേക്കും തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നിരുന്നു. ഫയൽ നീക്കുന്നത് വൈകിയതാണ് തിരിച്ചടിയായത്. വിശദമായ അപേക്ഷ നൽകണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നു. ബ്രെക്സിറ്റ് കരാറിൽ അവസാന വട്ടനീക്കവുമായി തെരേസ മേ. കരാറിന് എംപിമാരുടെ പിന്തുണ തേടി 4ാം തവണയും പാർലമെന്റിനെ സമീപിക്കാനാണ് തെരേസ മേ മന്ത്രിസഭയുടെ തീരുമാനം. തിങ്കളാഴ്ച വോട്ടെടുപ്പ് ആവശ്യപ്പെടാനാണ് നീക്കം. ഇന്നലെ നടന്ന 3ാം വട്ട വോട്ടെടുപ്പിലും തിരിച്ചടി നേരിട്ട സാഹചര്യത്തിലാണ് അന്തിമ നീക്കം. 286-നെതിരെ 344 വോട്ടിനാണ് പാർലമെന്റ് കരാർ തള്ളിയത്. കരാറിൽ പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരാനായില്ലെങ്കിൽ രാജിവെക്കുകയാണ് തെരേസ മേ ചെയ്യേണ്ടതെന്ന നിലപാടിൽ തുടരുകയാണ് പ്രതിപക്ഷ കക്ഷികൾ. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കണമെന്നും പ്രതിപക്ഷം ആവശ്യപ്പെടുന്നു.